ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോയിലെ എംകോം എന്ന പ്രോഗ്രാമാണ്. എംകോം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്, PG പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം. എംകോം മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, ഇത് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. ഓൺലൈൻ പ്രോഗ്രാം ഇഗ്നോയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്, അതായത് PG പ്രോഗ്രാമാണ് ഈ ഒരു എംകോം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇതിൻ്റെ മീഡിയം ഉണ്ട്. നമ്മൾ കേരളക്കാർ ഇംഗ്ലീഷിലാണ് പൊതുവെ പഠിക്കാറ്. കൊമേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷനിൽ വരുന്നതാണ് ഈ എംകോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ എലിജിബിലിറ്റി ഒന്ന് നോക്കാം. എനി ഗ്രാജുവേഷൻ ആണ്, എനി ഡിഗ്രി ആണ്. ഇതിൻ്റെ ഏത് ഡിഗ്രി എടുത്ത ആൾക്കും എംകോമിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഫീസ് സ്ട്രക്ചർ 10,000 രൂപ പെർ ഇയർ പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ ആസ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 700 രൂപയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. 10,700 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അനുപ്രിയ പാണ്ഡെയാണ് ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് കേരളത്തിൽ അവൈലബിൾ എന്ന് നോക്കാം. കൊച്ചി റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ശ്രദ്ധിക്കുക, ഇത്രയും കോളേജിലാണ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് ലഭിക്കുക. അതായത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്കും പോകേണ്ട കോളേജസ് ഏതാണ്? ഇത്രയും കോളേജസ് ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഇത്രയും കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നിങ്ങളെ റെസിഡൻസിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും അസൈൻമെൻറ്റ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോവേണ്ടി വരുന്ന ഒരു കോളേജാണിത്. അതുപോലെ നിങ്ങൾ കോഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ള അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഈ ഒരു സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ കാണിക്കുന്നത് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. അപ്പോൾ ഇത്രയും കോളേജസിലാണ് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് റീജിയൻ സെൻറ്റർ ഏതാണെന്ന് മനസ്സിലായല്ലോ, കൊച്ചി, ട്രിവാൻഡ്രം, വടകര. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് തരം തിരിച്ചതാണ്. അപ്പോൾ നിങ്ങളെ വീടിപ്പോൾ ഒരു വടക്ക് ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വടകര. അതിന് സെൻട്രലാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ, അതുപോലെ തെക്കോട്ടാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം. ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ വീടിനടുത്തുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ സബ്ജക്റ്റുകൾ പരിചയപ്പെടാം. ഇതിൻ്റെ ക്രെഡിറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഇതൊരു 80 ക്രെഡിറ്റ്സിൻ്റെ പ്രോഗ്രാമാണ്. ക്രെഡിറ്റ്സ് എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ 80 ക്രെഡിറ്റ്സിൻ്റെ പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഇയറിന് 40 ക്രെഡിറ്റ്സും സെക്കൻഡ് ഇയർ 40 ക്രെഡിറ്റ്സും ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 ക്രെഡിറ്റ്സ് കിട്ടും പാസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എക്സിറ്റ് ചെയ്യുകയാണെന്നുള്ള റിക്വസ്റ്റ് റീജിയൻ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംകോം എന്ന സർട്ടിഫിക്കറ്റ് PG ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റുകളിലേക്കൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ ഇയർ വൈസ് ആയിട്ടാണ് നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറും നിങ്ങൾ അഡ്മിഷന് എടുക്കും. ഇങ്ങനെ 2 പ്രാവശ്യമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഈ എംകോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും എക്സാം എഴുതാം. ഇയർ അല്ലാതെ തന്നെ ഓരോ സെമസ്റ്ററിൽ പെട്ടെന്ന് എക്സാം എഴുതി അടുത്ത സെമസ്റ്ററിലും എക്സാം എഴുതാം. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ചും എഴുതാം. ഇങ്ങനെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് എംകോമിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എംകോം MCO 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് 6 ക്രെഡിറ്റ്സ് ആണ്. 6 6 6 പിന്നെ 4. അപ്പോൾ ടോട്ടൽ എത്രയായി?
അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 24 ക്രെഡിറ്റ്സോളാണ് വരുന്നത്, 22 ക്രെഡിറ്റ്സ്. സെക്കൻഡ് സെമസ്റ്ററിൽ ഏകദേശം 18 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 40 ക്രെഡിറ്റ്സ് ആണ് ഫസ്റ്റ് ഇയറിൽ കിട്ടുക. ക്രെഡിറ്റ്സിനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോ കാണാം. MCO 1 ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേപ്പറാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, നോ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നിങ്ങളെ റെസിഡൻഷ്യൽ അഡ്രസ്സിലേക്ക് അത് അയച്ചു തരുന്നതാണ്. ചിലപ്പോൾ അയക്കാൻ 1 month 2 month ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ബുക്ക് വേണമെന്നുള്ളവർക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അതിൻ്റെ പേരൊന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ സപ്പോസ് നിങ്ങൾ ജനുവരി 2026 ജൂൺ 2026 അഡ്മിഷൻ എടുത്തവരാണ് സപ്പോസ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ ജനുവരിയിൽ എടുത്തവർ 2027 ജനുവരിയിൽ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ എത്രയാണ് ഫീസ് വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 9,000 സംതിങ് ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജൂണിലാണ് 2026 ജൂണിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ 2027 ജൂണിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് 4th സെമസ്റ്ററിൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ട്. പ്രൊജക്റ്റ് MCOP001 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ യൂട്യൂബിൽ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് അല്ലാത്ത ബാക്കിയുള്ള ഈ കാണിച്ചിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് നിങ്ങൾ A4 പേപ്പറിലോ റോൾഡ് പേപ്പറിലോ എഴുതി സബ്മിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ MCO 4 അത് MCO 5 MCO 21 ഇത് രണ്ടും പ്രോബ്ലം പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ MCO 6 MCO 22 അത് പ്രോബ്ലം പേപ്പറാണ്, അത് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ MCO 7 അതും ഒരു പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ക്ലാസ് ഇതിൻ്റെ ഒരു റെക്കോർഡഡ് മലയാളം ക്ലാസ്, അതായത് നമ്മുടെ കയ്യിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം റെക്കോർഡഡ് മലയാളം ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ മൊബൈൽ ആപ്പിലേക്ക് നിങ്ങൾക്ക് ആക്സസ് നൽകും. അത് നിങ്ങൾക്ക് 24/7 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടും അതുപോലെ കേട്ടും അതുപോലെ അതിൻ്റെ നോട്ട്സ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ റിവിഷൻ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അസൈൻമെൻറ്റ് സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പും ചാനലും ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റിനും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ പുതിയ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമ്മൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളെ അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് തന്നെ ചെയ്തു തരും. അപ്പോൾ ആർക്കെങ്കിലും പുതിയ അഡ്മിഷൻ ഇനി വരാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ 2026 ജൂൺ ടേം സെഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാം, അതിൽ വെരിഫൈ അത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ABCID പോലെയുള്ള ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാം. അതുപോലെ നിങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026 ജൂണിൽ എക്സാം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ്. സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഞങ്ങളുടെ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MCOM എന്ന കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ MCOMന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്യുക.
ഇനി മറ്റുള്ള കോഴ്സിനെ കുറിച്ചോ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുകയും ചെയ്യാം. താങ്ക്